എല്ലാവർക്കും സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ റോസ് ഫ്ലവർ ചെയ്തു വെച്ചിരുന്നു. ഇന്നിപ്പോൾ അത് വെച്ച് ഒരു ബൊക്ക സെറ്റ് ചെയ്യാൻ പോവുകയാണേ. നേരത്തെ നമ്മൾ റോസ് ഫ്ലവർ ചെയ്തു വെച്ചിരുന്നല്ലോ, ആ റോസ് ഫ്ലവറിലൊക്കെ ഈ ഗം തേച്ച് ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് ഒട്ടിച്ചു വെച്ചിരുന്നു. അതേപോലെ ബാക്കിയിരുന്ന എല്ലാ ഫ്ലവറിലും ഞാൻ തെർമോക്കോൾ ഒട്ടിച്ചു വെച്ചിരുന്നു. ഇതെല്ലാമാണ് ആ ഫ്ലവർ. ഇനി ഈ ഫ്ലവർ ചെറുതും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ചെറിയ ഫ്ലവേഴ്സൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഈ കാണുന്നത് പോലെ തന്നെ ആ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൻ്റെ അടിയിലോട്ട് പോയിട്ടുള്ള കമ്പികളെല്ലാം ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അതൊന്ന് ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ ചെറിയൊരു കമ്പി എടുത്ത് അതിലിങ്ങനെ ഗ്രീൻ കളർ ക്ലോത്ത് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇതിൻ്റെ അടിഭാഗം അങ്ങോട്ട് ടൈറ്റാക്കി കെട്ടണം. ഇപ്പോൾ നമ്മൾ അത് കെട്ടിക്കഴിഞ്ഞു. ഇനി വലിയ ഫ്ലവേഴ്സ് എല്ലാം എടുത്തിട്ട് ഇനി ഇതിന് ചുറ്റിലുമായിട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. കണ്ടോളൂ. ഇപ്പോൾ വലിയ ഫ്ലവേഴ്സും അതിന് ചുറ്റിനുമെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും പഴയതുപോലെ ഒരു ചെറിയ കമ്പി എടുത്ത് വീണ്ടും ഇനി അതിൻ്റെ അടിവശത്ത് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ബൊക്കെയൊന്ന് കാണിച്ചു തരാവേ. ഇപ്പോൾ എല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇനി ഞാനിവിടെ കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. ഇനി അതുകൂടെ ഇതിൻ്റെ അടിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോളൂ. ഇനി നമ്മൾ ഇത് നല്ലൊരു ബൊക്കയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന കമ്പിയില്ലേ, അവിടെ മൊത്തം ഞാനൊരു യെല്ലോ കളറിലെ ക്ലോത്താണ് ചുറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.